നമ്മളൊരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടുന്നാണ് വരുന്നത് എന്ന് ഒരാളോട് ചോദിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് ആ സ്ഥലത്തിന്റെ പേര് മാത്രം പറയും. ഇത് നിത്യജീവിതത്തിൽ എല്ലാവരും വരുത്തുന്ന ഒരു വലിയ പിഴവാണ്. ഇപ്പൊ ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ എവിടെയാണ് സ്ഥലം, ഞാൻ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്ക് അടുത്തുള്ള കോടഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വയനാട് ചുരം എന്റെ പഞ്ചായത്തിലാണ്. കൃത്യമായില്ലേ ചിത്രം, അവർക്ക് കൃത്യം, ഓ വയനാട് ചുരം, ഞാൻ അതിൽ കടന്നു പോയിട്ടുണ്ട്, ഓ അവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ കാണുന്ന ആ സ്ഥലമാണല്ലേ, അതെ അത് എന്റെ പഞ്ചായത്ത്. ഞാൻ തലശ്ശേരിക്കാരാണ്, നിങ്ങൾ തലശ്ശേരി ബിരിയാണി കഴിക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ഒരു ഭക്ഷണം ചേരി വന്നു. അപ്പൊ നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു കളർ നൽകും, ഒരു നിറം നൽകും, ഒരു വിഷ്വൽ നൽകും. വലിയ മനഃശാസ്ത്രം ഒന്നും പഠിക്കണ്ട, വലിയ അക്കാഡമിക് നോളജ് ഒന്നും നിങ്ങൾ സ്വായത്തമാക്കണ്ട. കോമൺ സെൻസ്, വെറും കോമൺ സെൻസ് മാത്രം ആഡ് ചെയ്താൽ തന്നെ നമ്മളെ സംഭാഷണങ്ങളും നമ്മുടെ ബന്ധങ്ങളും ഒക്കെ നമുക്ക് ഊഷ്മളമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആശയവിനിമയ രഹസ്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം നമ്മൾ 10 ടോപ്പിക്കോളം കഴിഞ്ഞു. ഇനി 11ാമത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ദിസ് വീഡിയോ ഈസ് പവർഡ് ബൈ മെഡിപിക്സ്. അപ്പോൾ 11ാമത്തെ ആശയവിനിമയ രഹസ്യം എന്താണ്? പതുക്കെ 11ാമത്തെ ആശയവിനിമയ രഹസ്യങ്ങൾ. അതില് 11ാമത്തത് വളരെ ഭംഗിയായി ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങൾക്ക് പോലും ആവേശം ചേർത്ത് പറയുക എന്നുള്ളതാണ്. ശരിയാ. റോബിൻ സംസാരിക്കുമ്പോൾ ആ ഫേസിൽ നിന്ന് മനസ്സിലാവും അതിന്റെ പകുതി കൂടുതൽ കമ്മ്യൂണിക്കേഷൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഒരു ആവേശം, ഒരു എന്തൂസിയാസം ഉണ്ടാവും ഞാൻ പറയുന്ന കാര്യത്തിന്. ഇപ്പൊ രാവിലെ ഞാനിപ്പോ വരികയാണെങ്കിൽ എന്റെ മുഖഭാവം കാണുമ്പോൾ തന്നെ നല്ല ഉണർവുണ്ടോ, ഉഷാറുണ്ടല്ലോ എന്ന് എന്നോട് ചോദിക്കും. അത് ഈ ആവേശം ഉള്ളതുകൊണ്ടാണ് പൊതുവെ ചോദിക്കാൻ പറ്റുമോ. അപ്പൊ ഞാൻ പറയുന്ന മറുപടി എന്ന് വെച്ചാൽ, രാവിലെ ഒരു കോഫി കുടിച്ചു. കോഫിയോ, എന്ത് സാധാരണ ഞങ്ങളൊക്കെ കോഫി കുടിക്കുന്നുണ്ട്. അല്ല, ഈ കോഫി എന്ന് പറയുന്നത് പ്രത്യേക ഒരു പൗഡറാണ്. ഇന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടിരുന്ന ഇന്ന രീതിയിലുള്ള ഒരു പൗഡറും വേറൊരു സാധനം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോഫി ആയിരുന്നു. അപാരമായിരുന്നു മറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആൾക്കാരെല്ലാം ഭയങ്കര സിൻസിയർ ആയിട്ട് പറയാ, അല്ലാണ്ട് വെറുതെ ഒരാളെ വീഴ്ത്താനോ കുഴിച്ചടിക്കാനോ വെറുതെ ഒരു കോഫിയുടെ കഥ പറയാനില്ല. അപ്പൊ ഞാൻ പൊതുവെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ആരെങ്കിലും ഒക്കെ ഫ്രണ്ട്സിന്റെയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും, അത് കോഫി ആയിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കാം, ആ കണ്ടന്റിനെ കുറിച്ച് വളരെ ആവേശപൂർവ്വം ഞാൻ സംസാരിക്കും. അപ്പൊ ആവേശപൂർവ്വം സംസാരിക്കുന്നത് പൊതുവെ എന്നോട് എല്ലാവരും പറയും, നിങ്ങളൊരു വലിയ നല്ല PR ആണെന്ന് പറയും. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തിനെ കുറിച്ചോ ഒക്കെ ആകുമ്പോൾ ഞാനത് പരീക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അടുത്ത ആളോട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നമ്മള് ഒരു കാര്യം നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധേയമാവും. ചില ആൾക്കാർ വല്ലാതെ ആവേശം ചേർത്തിട്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അത് സിൻസിയർ ആയിട്ട് വേണം പറയാൻ കേട്ടോ. അതിന്റെ ഒരു പരിധിയൊക്കെ പഠിച്ച് മനസ്സിലാക്കിക്കൊള്ളാം. അത് തള്ളുക. അപ്പൊ തള്ളുക എന്ന് പറയുന്നത്, അപ്പൊ പ്രേക്ഷകന് ചിലരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളിതിനെ തള്ളൻ എന്നായിരിക്കും പറയുന്നത്, ഒരു പക്ഷെ പറയുന്നുണ്ടാവും. അല്ല അത് തന്നെ, അതാ ഞാൻ പറഞ്ഞത്, പരിധി. തള്ളുക എന്ന് പറയുന്നത് പരിധിയാണ്. ആ പരിധിക്ക് അപ്പുറത്ത് നമ്മൾ ഏത് കാര്യവും, ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഞാൻ ഏത് കാര്യം പറയുമ്പോഴും ഞാനത് അനുഭവിച്ച ശേഷം മാത്രമേ പറയുകയുള്ളൂ. നമ്മളൊരു മെഡിസിൻ്റെ കാര്യമാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ അനുഭവിച്ച, ഒരു സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ വിദേശത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടതായിരിക്കും. പക്ഷെ അത് അനുഭവിച്ച ഒരാളുടെ എക്സ്പീരിയൻസ്, സത്യസന്ധമായ എക്സ്പീരിയൻസ് നമ്മൾ അറിഞ്ഞ ശേഷമേ നമ്മൾ ഷെയർ ചെയ്യൂ. അപ്പൊ നമ്മൾ ആളുകളോട് പറയും, ഞാൻ അനുഭവിച്ച കാര്യമാണ്, ഇതിങ്ങനെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ എന്ന് പറയും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് തള്ളായിട്ട് മാറും. അപ്പൊ അതിനകത്ത് നമ്മളെ അതേ അനുഭവം അവർക്ക് കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ മറ്റൊരാളുടെ അനുഭവം നമ്മൾ അനുഭവിച്ചിട്ടില്ല, നമ്മൾ അനുഭവിച്ചൊരു കാര്യമാണ് നമ്മളതായിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ അതിനൊരു സ്വാഭാവികത ഉണ്ടാവും എന്നാണ്. എന്താ പറയാ, ചിലപ്പോ നമ്മൾ പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടു, നീ ചെയ്തു നോക്ക, ചിലപ്പോ നിനക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എന്നിവിടെ ചിലപ്പോൾ പറഞ്ഞില്ല, ആർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലോ നമുക്ക് അറിയില്ലല്ലോ, ഒന്നും അറിയാൻ പറ്റില്ല. കറക്റ്റാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ ആകർഷകമായി തോന്നും അങ്ങനെ പറയാൻ ശ്രമിക്കുന്നത്. കൂടുതൽ ഒരു അല്പം എന്തൂസിയാസ്റ്റിക് ആയിട്ട് പറയുന്നത്, ആവേശം ചേർത്ത് പറയുന്നത്. അതായത് നമ്മളെ അതിന്റെ അടിസ്ഥാന തത്വം ഇതാണ്, നമ്മൾ എന്ത് പറയുന്നു എന്നതല്ല, അതെങ്ങനെയാണ് പറയുന്നത് എന്നാണ് ഏറ്റവും പ്രധാനം. മാറ്റർ അല്ല, അതെങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളൂ. നമ്മളൊരു സെയിൽസിൽ പറയില്ല, ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഒരു പക്ഷേ വിൽക്കാൻ പറ്റാത്തൊരു പ്രോഡക്റ്റ് ആയിരിക്കും, പക്ഷെ അത് എങ്ങനെ വിൽക്കുന്നു എന്നനുസരിച്ചാണ് അതിന്റെ സെയിൽസ് നടക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ വാക്കുകൾ എങ്ങനെ പറയുന്നു എന്നാണ്, എന്ത് പറയുന്നു എന്നതല്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുക്കണം. ഇനി 12ാമത്തെ നമ്മുടെ ആശയവിനിമയ രഹസ്യത്തിലേക്ക് പോയാൽ, എപ്പോഴും ഒരു വണ്ടർ പോയിന്റ് ഒപ്പം ചേർക്കുക. വണ്ടർ പോയിന്റ് എന്ന ഒരു 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 വൗ ഫാക്ടർ അല്ലേ, വൗ ഫാക്ടർ എന്ന് വെച്ചാൽ അത്ഭുതം. വൗ ഫാക്ടർ എന്നല്ല അതിന് പറയുക, ഒരു അത്ഭുതം, വണ്ടർ പോയിന്റ് തന്നെയാണ്. അതായത് മറ്റുള്ളവരിൽ താല്പര്യവും സംഭാഷണത്തിനുള്ള അവസരവും ഉണ്ടാക്കുന്ന ഒരു തരം വാട്ട്സ് ഇറ്റ് മനോഭാവമുണ്ട്.
നിങ്ങളുടെ വേഷത്തിലോ വ്യക്തിത്വത്തിലോ ഉൾപ്പെടുത്തുക എന്നതാണ്. ഒരു ഇമോഷൻ ആണ് ഇമോഷൻ മാത്രമല്ല, അതെന്താന്നുള്ളൊരു ഒരു ആക്സസറി ആയിരിക്കാം. അതെന്താണ് എക്സാക്ട്ലി, അതെന്താണെന്നുള്ളൊരു ഒരു ചോദ്യമുണ്ട്. അതായത് ഒരു ചോദ്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വസ്ത്രം, ഒരു വസ്ത്രധാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന പ്രത്യേകതയുള്ള ഒരു മോതിരം, കയ്യിലെ ഒരു സ്റ്റൈലിഷ് ബ്രാൻഡ് വാച്ച് ആവാം, അതല്ലെങ്കിൽ ഒരു പേനയാവാം. ഇതെന്താ സാധനം, ഇത് എവിടുന്ന കിട്ടി, ഇത് ചോദിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ വഴിയൊരുക്കുന്ന തരത്തിലുള്ള എന്തോ ആവട്ടെ, ഞാൻ പറഞ്ഞതിന്റെ വില മാത്രമല്ല, ഒരു പ്രത്യേകതയുള്ള നല്ല രസമുള്ള ഷർട്ടാണല്ലോ, ഇത് എവിടുന്ന വാങ്ങിച്ചേ എന്ന് ചോദിക്കുന്നതായിട്ടില്ല ചില ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ഒരു വണ്ടർ പോയിന്റ് എപ്പോഴും ധരിക്കുക എന്നാണ് നമ്മൾ കൂടെ കൊണ്ടുനടക്കുക. അതായിരിക്കണം വേറെങ്കിലും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വാച്ച് സമ്മാനിച്ചു. ആ വാച്ച് സമ്മാനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ വാച്ച് വാങ്ങിച്ചു വെച്ചു. നല്ല വാച്ചാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അതിന് തരക്കേട്ടില്ലാത്തൊരു വില ഉണ്ടാവും. ആ തന്ന ആളൊരു വലിയ ആളാണ്, ഒരു വ്യവസായിയാണ്. അപ്പോൾ ആ വാച്ച് ഞാൻ കൊണ്ടു നടന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ എന്നോട് പറഞ്ഞ വാച്ച് ഒരു ഫംഗ്ഷനിലൊന്ന് കെട്ടാൻ കൊണ്ടുപോകണം, പുള്ളിക്ക് വാച്ചുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാൽ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് ഇവൻ ഈ വാച്ചിന്റെ ഫോട്ടോ, എൻ്റെ ടേബിളിന്റെ മുകളിൽ നിന്ന് വാച്ചിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇവന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അവന് സംശയം തീർക്കാൻ വേണ്ടി ഇവൻ നേരെ ഈ സ്വിസ് ടൈംസിൽ പോയി, വാച്ചിന്റെ കടയില്ലേ മറൈൻ ഡ്രൈവില്, അവിടെ പോയിട്ട് അവൻ ഉടനെ എന്നെ വിളിക്കുകയാണ്. പിന്നെ കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കുന്ന വാച്ചിന്റെ വില എത്രയാണെന്ന് അറിയാമോ? ഞാൻ ചോദിച്ചു എത്രയാ വില? 7,14,000 രൂപ. ഞാൻ ഞെട്ടിപ്പോയി, വണ്ടർ പോയിന്റ്. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. 7,14,000 രൂപ. അതുകൊണ്ട് അത് കെട്ടുമ്പോഴൊക്കെ ശ്രദ്ധിച്ചു വേണം കെട്ടാൻ ഇയാൾ എന്നോട്. അപ്പൊ എനിക്ക് അപ്പോഴാണ് ഞാൻ ഇത് തന്ന വ്യക്തിയുടെ ഒരു മൂല്യം എന്നെ എങ്ങനെയാണ് കണ്ടതെന്നുള്ള അറിയുന്നത്. അങ്ങനെ ഞാൻ ഈ വാച്ച് അട്ടപ്പാടിയിലെ ഞാൻ സ്ഥലത്ത് പോകുമ്പോൾ അടക്കം കാട്ടിൽ പോകുമ്പോൾ എല്ലാ സ്ഥലത്തും ഞാൻ ഈ വാച്ചും കെട്ടിക്കൊണ്ടു പോകും. അപ്പൊ നാവിഗേഷനൊക്കെ ഉപയോഗിക്കുന്ന വാച്ചാണ് ഈ വാച്ച് എന്ന് പറയുന്നത്. ഈ വാച്ചല്ല കേട്ടോ, ഈ വാച്ചിന്റെ കഥ പിന്നെ പറയാം. അപ്പം ഈ നാവിഗേഷൻ ഉപയോഗിക്കുന്ന വാച്ചാണിത്. അപ്പൊ അത് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ വാച്ചിന്. അപ്പോ അത് കെട്ടിയിട്ട് ഞാൻ ഒരു കോഴിക്കോട്ടേക്കുള്ള ഒരു യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ താമസിക്കാനിടയായി. അതൊരു റിസോർട്ട് പോലുള്ള സ്ഥലമാണ്. അതിന് പിറ്റേ ദിവസം കോഴിക്കോട് ഒരു സ്ഥലത്ത് ഷൂട്ട് ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ. ആ വീട്ടിൽ സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞ ഈസ്റ്റേൺ കരിപ്പോടന്റെ മരുമകൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഷൂട്ട് ഉണ്ടായിരുന്നു മർമറിറ്റ് അലിയുടെ അവിടെ പോയി ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ഞങ്ങളുടെ റൂമിൽ വന്ന് നോക്കും. പിറ്റേ ദിവസം വൈകുന്നേരം നോക്കുമ്പോൾ എൻ്റെ വാച്ച് കാണാനില്ല. എവിടെയാ പോയെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ വിലയുള്ള വാച്ചല്ലേ. അപ്പൊ ഉടനെ തന്നെ ഈ ആൾക്കാരെല്ലാം കൂടെ വാച്ച് എവിടെ പോയെന്ന് ഞാൻ അന്വേഷിച്ചു. പോയ സ്ഥലങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോയിലൊന്നും എല്ലാവരോടും ഫോട്ടോ അയക്കാൻ പറഞ്ഞു. ഒരുമിച്ച് ഫോട്ടോ എടുക്കൂല്ലോ, സിനിമാ പ്രവർത്തനമൊക്കെ ആയതുകൊണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ എ ആർ റഹ്മാന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറെ കാലം ജോലി ചെയ്യുന്ന ഒരാളുടെ റിസോർട്ടിലാണ് പോയി താമസിച്ചത്. അപ്പൊ അയാൾ ഫോട്ടോ എടുത്തപ്പോൾ അവിടെ ഇല്ല, മറ്റേ സ്ഥലത്ത് ഫോട്ടോ എടുത്തു. അപ്പൊ ഞാൻ സക്കീർ ഭായി വിളിച്ചു ചോദിച്ചു അവിടെ വാച്ച് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഫോട്ടോ നോക്കുമ്പോൾ അവരുടെ ഒപ്പമുള്ള ഫോട്ടോയിലില്ല. വീഡിയോയിലില്ല. അപ്പോ ഇത് എവിടെ പോയി? അപ്പൊ പുള്ളിക്ക് ടെൻഷനായി. വിലയുള്ള വാച്ചാന്നേ ഞാൻ പറഞ്ഞപ്പോ. അപ്പോ ഈ കൂടെയുള്ള എന്റെ കൂടെ താമസിക്കുന്നവർ ചോദിച്ചു അത് എത്ര വില വരും? വലിയ വിലയുള്ള വാച്ചാണോ? ഞാൻ പറഞ്ഞു ചെറിയൊരു വിലയുണ്ട്, ഇതാണ് വില. ഉടനെ ഇവര് ഭയങ്കര ടെൻഷനായി. അങ്ങനെ അവസാനം പിറ്റേ ദിവസം രാവിലെ ഈ റിസോർട്ടിന്റെ ഉടമസ്ഥൻ 2-ാം ദിവസം രാവിലെ അവിടെ വന്ന് പരിശോധിക്കുമ്പോൾ ആ മുറി ആർക്കും വാടകയ്ക്ക് കൊടുത്തിരുന്നില്ല. അവിടെ ഒന്നും വാച്ച് കിട്ടി. ആ വാച്ച് കിട്ടിയിട്ട് വീട്ടിൽ വിവരം അറിഞ്ഞു. വാച്ച് കിട്ടിയിട്ട് ഇളയ മകൻ ആ വാച്ച് പൂട്ടി ഒരു റൂമിൽ ഒരു പൂട്ടി ഡ്രോയറിൽ വെച്ചിട്ട് ആ താക്കോൽ അവന്റെ കയ്യിലാണ്. അത്യാവശ്യം ഏതെങ്കിലും പാർട്ടിക്ക് പോകുമ്പോൾ മാത്രമേ എനിക്ക് തരികയുള്ളൂ. അതുവരെ അവന്റെ വാച്ച് എനിക്ക് തന്നിരിക്കുക. ഈ വാച്ചിന് ഇപ്പൊ 1 ലക്ഷം രൂപ വരെയുണ്ട്. അവന്റെ വാച്ച് തന്നിരിക്കുക. അപ്പൊ ഞാൻ ഈ മറ്റേ വാച്ച് കിട്ടിയിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്റെ കയ്യിലേക്ക് കുറെ നേരം സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് മുന്തിയതാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ വാച്ച് എന്റെ അതിൽ താഴെയുള്ള വാച്ചാണ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ കിടക്കുന്ന വാച്ചിന്റെ കയ്യിൽ കുറച്ചുകൂടെ മുകളിലുള്ള വാച്ചാണ്. ഒരു വണ്ടർ പോയിന്റ് കണ്ടോ? ഒരു വണ്ടർ പോയിന്റ് ധരിച്ചത് കണ്ടോ? നമുക്ക് എല്ലാവർക്കും അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ വാച്ച് ധരിക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു വിലയല്ല അതിന്റെ പ്രധാനം. അപ്പം പല തരത്തിലായിരിക്കും ഈ കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഈ വാച്ച് തന്നെ ധരിച്ചിട്ട് എനിക്ക് വേറൊരു വ്യവസായിട്ട് എടുത്തു പോകുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളുടെ വാച്ചിനേക്കാളും കുറച്ച് തൊട്ട് താഴെയുള്ള വാച്ചാണ് ഞാൻ ധരിച്ചത്. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ട് അതിന്റെ ഓഡിയോ ലോഞ്ച്, അമിതാഭ് ബച്ചൻ കോർപ്പറേഷനാണ് അതിന്റെ ഓഡിയോ ലോഞ്ച്, അവരുടെ ആദ്യത്തെ ഓഡിയോ ലോഞ്ചാണ്. ഈ ഓഡിയോ ലോഞ്ച് നടക്കുമ്പോൾ ചെന്നൈയിൽ വെച്ചിട്ട് ഞാൻ മാത്രം മുണ്ടെടുത്തുകൊണ്ടാണ് ചെന്നത്. ഞാൻ മാത്രം.
അപ്പൊ അവിടെ എന്നെ താജിലെ വലിയ ഫംഗ്ഷനാണ്, സൂപ്പർ സ്റ്റാറുള്ള രജനികാന്ത് അടക്കമുള്ള കമലഹാസൻ അടക്കമുള്ള ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ പങ്കെടുക്കുന്ന പരിപാടി. അപ്പം ഞങ്ങളുടെ പാട്ടാണ് ആദ്യം, അതും ദില്ലിവാല രാജകുമാരൻ, 2 പാടാണ്. അപ്പൊ എന്നെ ഗേറ്റിൽ നിന്ന് കടത്തി വിട്ടില്ല, മുണ്ടെടുത്ത് ചെന്നുകൊണ്ട്. ഞാനൊരു ലോക്കൽ ലൈനിലായിരുന്നു ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഖുഷ്ബു ദൂരെ നിന്ന് എന്നെ കണ്ടു. അപ്പൊ ദൂരെ നിന്ന് കണ്ടിട്ട് ഓടി വന്നു. സാറെന്ന് പറഞ്ഞു, ഞങ്ങൾ മാനത്തെ കൊട്ടാരത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ കണ്ടിട്ട് അവർ ചീത്തയൊക്കെ വിളിച്ചിട്ട് എന്നെ കയറ്റി വിടാം. ഇയാൾ എന്നെ സോറിയൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ മാത്രം മുണ്ടെടുത്ത്. അപ്പം മുണ്ടെടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ, ഇത് എവിടുന്നാണ് ഈ സ്വർണ്ണക്കറിയുള്ള ഈ മുണ്ട്, പ്രത്യേക ഇത് കേരള സ്റ്റൈലാണ്. അപ്പൊ ഓരോരുത്തരും ഈ അതിഥികളൊക്കെ ചോദിക്കുന്നത് ഈ മുണ്ട് കൊള്ളാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നെ അതിവിടെ നമുക്ക് അങ്ങനെ തമാശാക്കിയിട്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം പാർട്ടിയൊക്കെ തുടങ്ങിയപ്പോൾ അവിടെ പ്രിയദർശനും ലോഹിദാസും പ്രിയചേട്ടനും ലോഹിയേട്ടനും മുണ്ടെടുത്ത് വരും. അങ്ങനെ ഞങ്ങളെ മുണ്ടാക്കും മടിക്കുത്തി ഞങ്ങൾ രാജാക്കന്മാരായിട്ട് ഇവർക്കിടയിലൂടെ. അപ്പം ഒരു വണ്ടർ പോയിന്റ്, നമ്മൾ സാധാരണ ആളുകൾ വരുന്നത് വ്യത്യസ്തമായിട്ട് മുണ്ടെടുത്ത് പോകുന്നത് ഇപ്പൊ ധാരാളമായിട്ട് കൊച്ചിയിലൊക്കെ ധാരാളമാണ്. എല്ലാ ആളുകളും മുണ്ട് നിൽക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്, മലബാറിലുണ്ട്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള ഒരു സാധനം, അത് ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പൊട്ടുവരെയാകാം, അതല്ലെങ്കിൽ മറ്റെന്തുവാ, പുരുഷന്മാർ ധരിക്കുന്ന ഷർട്ട് അവ എന്തുവാ, അത് ആർഭാടം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ചേർക്കുമ്പോൾ അത് നമ്മളെ ഇത് എവിടെ നിന്ന് കിട്ടി അല്ലെങ്കിൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് അത് വഴിയൊരുക്കുകയും നമ്മളും അവരുമായിട്ട് ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു തുടക്കം കിട്ടും, ആ ഒരു കണക്ഷൻ കിട്ടും. ഒരു അപരിചിതരോട് പോലും നമുക്ക് പരസ്പരം പരിചയപ്പെടാൻ നമ്മളെ മോളൊരു അറ്റൻഷൻ തരും എന്നാണ്. അപ്പൊ ഇതൊരു രഹസ്യമാണ്. അപ്പൊ നിങ്ങളെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് പിന്നീട് അത് മാറ്റും. ഇങ്ങനെ വളരെ വ്യത്യസ്തമാണ്. നിങ്ങൾ പെട്ടെന്ന് മനസ്സിന് ഓർമ്മ വരുന്നുണ്ടാവും ഇതുപോലെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വേഷം ധരിച്ചു വരുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടില്ലേ? ഒത്തിരി ആൾക്കാരുണ്ട് വളരെ പ്രത്യേകതയുള്ള വേഷം ധരിച്ചു വരുന്ന ആളുകൾ. ഇപ്പൊ മമ്മൂക്ക, നമ്മളെ പ്രിയപ്പെട്ട മഹാനടൻ, അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ഹിന്ദി നടനുണ്ട് രൺവീർ സിംഗ് എന്ന് അതെ. കറക്റ്റ്. അപ്പൊ ലാലേട്ടൻ പലരും ഉണ്ട്. അത് അത്തരത്തിലുള്ള വേഷങ്ങൾ ധരിച്ച് പൂക്കളൊക്കെ ഉള്ള പ്രത്യേക രസമുള്ള വേഷങ്ങളൊക്കെ ധരിച്ചിട്ട് അല്ലെ. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ മുടിയുടെ പ്രത്യേകത കൊണ്ട് ചിലർ ശ്രദ്ധിക്കപ്പെടും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതൊരു വലിയൊരു സംഗതിയാണ്. അപ്പൊ ഒരു വണ്ടർ പോയിന്റ് എപ്പോഴും നമ്മുടെ ധരിച്ചുകൊണ്ടിരിക്കുക എവിടെ ചെല്ലുമ്പോഴും എന്നാണ് ഈ രഹസ്യം നമ്മളോട് പറയുന്നത്. അടുത്ത രഹസ്യം, അതിവേഗം ഒരു സ്ഥലത്ത് എന്നുള്ള അതിവേഗത്തിൽ നമ്മളാകാമെന്ന് ചിന്തിക്കേണ്ട. എന്ന് വെച്ചാൽ എന്താ, ഈ പ്രിമേച്ചർ വി എന്നതിന് പറയുക. ദ പ്രിമേച്ചർ വി. പ്രിമേച്ചർ ബേബി നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടിക്കാണ് പ്രിമേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അത് വളർച്ചയില്ലാത്ത ഒന്നാണ് പെട്ടെന്ന് തന്നെ നമ്മളാകാം എന്ന് പറയുന്നത്. നമ്മൾ ഒരാളോട് ഇപ്പൊ ഒന്ന് പരിചയപ്പെടുമ്പോൾ നമ്മുടെ അതേപോലെയുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ആശയം ഒക്കെ ഉള്ള ഒരാളോട് ധൃതി പിടിച്ച് നമ്മൾ പറഞ്ഞതുപോലെ ആളുകളോട് തമ്മിൽ ഒരേപോലത്തെ നാം ഉപയോഗിക്കരുത് എന്നാണ്. നമ്മളന്ന് പിന്നെ നമുക്കറിയാമല്ലോ, അതല്ലെങ്കിൽ നമ്മുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ നമ്മൾ അതിവേഗത്തിൽ ഈ പ്രിമേച്ചർ വി പ്രയോഗിക്കാത്തതിന് പറയരുത് എന്ന് പറയാൻ കാരണം, നമ്മളൊരാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഒരേ ചിന്തയാണല്ലോ, നമ്മൾ ഒരേ വഴിക്കാണല്ലോ സംസാരിക്കുന്നത്, ഇതേ ആശയം തന്നെയാണല്ലോ എന്റതും എന്ന് പെട്ടെന്ന് കയറി പറയരുത്. ഉടനെ കയറി പറയുന്നത് അത് തന്നെ ആവാം, ഒരുപക്ഷെ അങ്ങനെ തന്നെ ആവാം, പക്ഷെ അതിന് തിരക്ക് കൂട്ടരുത് എന്നാണ്. അപ്പൊ അത് അങ്ങനെ ഒഴിവാക്കുന്നത്, വളരെ സാവധാനത്തിൽ അങ്ങനെ ഒഴിവാക്കുന്നത് നമ്മളൊരു ആത്മാർത്ഥതയും പ്രായോഗികതയും ഉള്ള ഒരാളായിട്ട് ആളുകൾക്ക് തോന്നും. മറ്റേ ചില ആൾക്കാർ വന്ന് കണ്ടിട്ടില്ലേ, നമ്മൾ പറഞ്ഞത് വളരെ ശരിയാണല്ലോ, പൊടുന്നനെ യോജിക്കും, പെട്ടെന്ന് അതിലേക്ക് കയറും, ഒരു തരം ഇടിച്ചു കയറിയ പോലെ നമുക്ക് തോന്നും. നമ്മുടെ ആശയത്തിലേക്ക് ഇടിച്ചു കയറിയ പോലെ നമ്മളെ ഒരു ഇടയിലേക്ക് ഇടിച്ചു കയറി വന്ന പോലെ നമുക്ക് തോന്നും. ഹൈജാക്ക് ചെയ്യുന്ന പോലെ തോന്നും, ആ ആശയത്തിനെ പൊക്കിക്കൊണ്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് അങ്ങനെ അല്ലാത്ത ആൾക്കാരോട് നമുക്ക് ബഹുമാനം എപ്പോഴും വർദ്ധിക്കും. അതാണ് പറയുന്നത്, വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും എന്നാണ്. 14ാമത്തെ ഈ ആശയവിനിമയ രഹസ്യം എന്ന് പറയുന്നത് രഹസ്യങ്ങൾ ഇല്ലാത്ത നഗരം എന്നാണ് വിളിക്കുന്നത്. നെവർ ദ നേക്കഡ് സിറ്റി എന്നാണ്. അതായത് നഗരത്തിന് ഒന്നും ഒളിച്ചു വെക്കാനില്ല എന്ന് പറഞ്ഞാൽ എന്താ, ഇത് കുറച്ച് ആലങ്കാരികമായിട്ട് അത് പറയുന്നത്. ഈ പ്രയോഗം, നമ്മളൊരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടുന്നാണ് വരുന്നത് എന്ന് ഒരാളോട് ചുറ്റിക്കാണെന്ന് വിചാരിക്കുക. ഇത് എപ്പോഴും നിത്യജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ആ സ്ഥലത്തിന്റെ പേര് മാത്രം പറയും. എവിടുന്നാ വരുന്നത്? ഐശ്വര്യ പറയും. ഐശ്വര്യയുടെ സ്ഥലം എവിടെയാ? കായംകുളം. സ്വാഭാവികമായിട്ട് ഐശ്വര്യ കായംകുളം എന്ന് പറയും. ഈ കായംകുളം എന്ന് പറയുമ്പോൾ ഉടനെ അയാൾ ചോദിക്കും, കായംകുളത്ത് എവിടാ എന്ന് ചോദിക്കും. അപ്പൊ കായംകുളത്ത് തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലം പറയും.
അവിടെ എവിടാ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ അവിടെ പരിചയമുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കും. അവിടെ പരിചയമുണ്ടോ? എനിക്ക് അത്യാവശ്യമൊക്കെ അറിയാം, അവിടെ എവിടെയൊക്കെ അറിയാം, ഒന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും. അപ്പൊ അയാളുടെ ഒരു ബോധത്തെ പരീക്ഷിക്കാനുള്ള ചോദ്യമായിട്ട് അത് മാറും. സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിച്ചു പോകും. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുന്നതിന് പകരം നമ്മൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച് പറയുമ്പോൾ ആ കൃത്യമായി പറയാൻ ശ്രമിക്കുക എന്നതാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞു തുടങ്ങണം. ഇത് നിത്യജീവിതത്തിൽ എല്ലാവരും വരുത്തുന്ന ഒരു വലിയ പിഴവാണ്. ഇപ്പൊ ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ എവിടെയാണ് സ്ഥലം, ഞാൻ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്ക് അടുത്തുള്ള കോടഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വയനാട് ചുരം എൻ്റെ പഞ്ചായത്തിലാണ്. തീർന്നോ? കൃത്യമായില്ലേ ചിത്രം? അവർക്ക് കൃത്യമാണ്. വയനാട് ചുരം, ഞാൻ അതിൽ കടന്നു പോയിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ കാണുന്ന ആ സ്ഥലമാണല്ലേ? അതെ, അത് എൻ്റെ പഞ്ചായത്ത്. അവിടെ തുഷാരഗിരി, പിന്നെ അടുത്താണ് തുഷാരഗിരി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഉടനെ തന്നെ ആ തുഷാരഗിരി, ഞാനാണ് ആ സ്ഥലത്തിന് പേരിട്ടത്. അത് ശരി. അപ്പോൾ അവർ കൂടുതൽ വണ്ടഡോ? അപ്പൊ അങ്ങനെ ഇതിനാണ് പറയുന്നത് ഒരു നഗരത്തിന് ഒന്നും ഒളിച്ചു വെക്കാനില്ല. ഒരു വേറൊരു അർത്ഥത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരാളോട് ഒരു സ്ഥലം പറയുമ്പോൾ, നിങ്ങളുടെ ഏത് സ്ഥലമാണെങ്കിലും അതിനെക്കുറിച്ച്, നിങ്ങളുടെ വീടിനെ കുറിച്ച് പറയുമ്പോൾ ആ വീടിന്റെ പ്രത്യേകതകൾ, നിങ്ങളുടെ നാടിന്റെ പ്രത്യേകതകൾ. ഇപ്പൊ അവിടെ ഒരു ആറന്മുളക്കാരനാണെന്ന് വിചാരിക്കുക. എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ നാട് വളരെ ലോകപ്രശസ്തമാണ്, അവിടെയാണ് കേരളത്തിൽ നിന്നും ഏറ്റവും വലിയ ഒരേ ഒരു പ്രോഡക്റ്റ് ലോകത്തിലേക്ക് സംഭാവന ചെയ്യുന്നത്. അതെന്താണ്? ആറന്മുള കണ്ണാടി. ആറന്മുളയാണോ വീട് ചോദിക്കില്ലേ? ഇല്ലേ? അപ്പം ഏലം സുഗന്ധദ്രവ്യങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ആലങ്കാരികമാണ്. ഇങ്ങനെ പറയുന്നില്ല. അപ്പൊ ഞാൻ ഏലത്തിന്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്. ഇടുക്കിയാണോ അല്ലെങ്കിൽ വയനാടാണോ? തേയിലയുടെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്, അല്ലെ? അങ്ങനെ നമുക്കിങ്ങനെ പറയാൻ പല കാര്യങ്ങളുണ്ടാവും. ഇങ്ങനെ ലാൻഡ്മാർക്കുകൾ ഓരോ സ്ഥലത്തു നിന്നും നമുക്ക് ചെയ്യാനുണ്ടാവും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരു പുഴയെക്കുറിച്ച് പറയാം, അതല്ലെങ്കിൽ ഒരു കടൽ തീരത്തെക്കുറിച്ച് പറയാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാൻഡ്മാർക്കിനെ കുറിച്ച്, മുസ്ലിസിനെ കുറിച്ച് പറയാം, അതല്ലെങ്കിൽ അവിടെയുള്ള മറ്റേതെങ്കിലും പൈതൃകത്തെ കുറിച്ച് പറയാം, ഏതെങ്കിലും വേറൊരു വലിയ, കേട്ടിട്ടില്ലേ, ഞാൻ കോട്ടയത്ത് എവിടെ വീട് നിൽക്കുമ്പോൾ ഞാൻ കേട്ടിട്ടില്ലേ, നമ്മുടെ പിന്നെ തന്ത്രവിദ്യകളും മന്ത്രവിദ്യകളും ഒക്കെ ഉറങ്ങുന്ന സ്ഥലം, ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ, പിന്നെ സൂര്യകാലടി. ആ നോവലിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? സൂര്യകാലടിക്ക് അടുത്താണ്. ഇങ്ങനെ ഞാനത് പല ഉദാഹരണങ്ങളും നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ ചേർത്ത് പറയുമ്പോൾ കുറച്ചുകൂടി അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കൂടുതൽ ചോദ്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചോദിപ്പിക്കേണ്ടി വരില്ല. നമ്മൾ കുറച്ചുകൂടെ ഓപ്പൺ ആണെന്നുള്ളൊരു തോന്നലുണ്ടാവും. ചില ആൾക്കാരോട് എത്ര ചോദിച്ചാലും എവിടെ വീടെന്ന് ചോദിച്ചാൽ ആ മെയിൻ സ്ഥലം തലശ്ശേരി തന്നെ. തലശ്ശേരി എവിടെ? പ്രോപ്പർ തലശ്ശേരി തന്നെയാണ്. പറഞ്ഞു വരുമ്പോൾ കൂത്തുറമ്പും കഴിഞ്ഞ് പാനൂരും കഴിഞ്ഞ് അങ്ങ് പോവും. ഒത്തിരി ദൂരം ഉണ്ടാവും. വട്ടല്ലൂരും കഴിഞ്ഞ് അല്ലെങ്കിൽ കൊട്ടിയൂരേക്ക് പോകുന്ന വഴിക്കായിരിക്കും. അത് ഇവര് പറയുകയില്ല. അവസാനം ചോദിച്ച് നമുക്ക് വാശിയാവും. എന്നാ പിന്നെ അറിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പലരെയും ചീത്ത വിളിക്കാറുണ്ട്. പിന്നെ അതൊക്കെ പറഞ്ഞാൽ പോരെ. കൊട്ടിയൂരാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ കൊട്ടിയൂർ അമ്പലം കേട്ടിട്ടില്ലേ? കൊട്ടിയൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ നമ്മൾ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരു ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്നാണ്. അപ്പൊ നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു കളർ നൽകും, ഒരു നിറം നൽകും, ഒരു വിഷ്വൽ നൽകും. പട്ടണത്തിന് നമ്മൾ പറയുന്ന അതിന്റെ ചരിത്രം, പ്രകൃതി, അതിന്റെ ജനപ്രിയത, അതിനൊരു പോപ്പുലാരിറ്റി ഒക്കെ ഉണ്ടാവും. അവിടുത്തെ ഭക്ഷണം, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ സവിശേഷതയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കോഴിക്കോട്ട് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഞാൻ കോഴിക്കോട്ടാണ്. ഞാൻ അറിയാലോ, നമ്മളെ പ്രശസ്തമായ ഒട്ടനവധി ഹോട്ടലുകളൊക്കെ ഉള്ള പാരഗണിന്റെ തൊട്ടടുത്താണ്. പാരഗണൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറയുമ്പോൾ ഒരു കണക്ഷൻ ആയിരുന്നു. തലശ്ശേരി ബിരിയാണി, ഞാൻ തലശ്ശേരിക്കാരാണ്. നിങ്ങൾ തലശ്ശേരി ബിരിയാണി കഴിക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ഒരു ഭക്ഷണം കയറി വന്നു. ഇങ്ങനെയാണ് വരട്ടെ. അപ്പൊ ഈ പറഞ്ഞ പല കാര്യങ്ങളും, ചേട്ടൻ പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, നമ്മൾ സംസാരിക്കുന്ന രീതിയിലാണ്, ഇടപെടുന്ന രീതി തന്നെ ഡിഫറെന്റ് ആയിട്ട് വരാറുണ്ട്. വളരെ വളരെ ഡിഫറെന്റ് ആയിട്ട് വരും. വളരെ ചെറിയ ചില കാര്യങ്ങൾ ജുബിൻ, വളരെ ചെറിയ ഒരുപാട് കാര്യങ്ങളൊന്നും വലിയ മനഃശാസ്ത്രമൊന്നും പഠിക്കണ്ട, വലിയ അക്കാഡമിക് പിന്നെ നോളജ് ഒന്നും നിങ്ങൾ സ്വായത്തമാക്കണ്ട. കോമൺ സെൻസ്, വെറും കോമൺ സെൻസ് മാത്രം ആഡ് ചെയ്താൽ തന്നെ നമ്മളെ സംഭാഷണങ്ങളും നമ്മുടെ ബന്ധങ്ങളും ഒക്കെ നമുക്ക് ഊഷ്മളമായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. താങ്ക്സ്, വളരെയധികം നന്ദി റോബിൻ ചേട്ടാ, ഇത്രയും ഒരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്തിരുന്നു. ദിസ് വീഡിയോ ഇസ് പവർഡ് ബൈ മെഡിമിക്സ്.